ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധമാളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഭയങ്കര ഹാപ്പി ഡേ ആണ് കേട്ടോ. ഇന്ന് 2 ബർത്ത്ഡേ ഗേളുമാർ ഇവിടെ നിൽപ്പുണ്ട്. ഒന്ന് റോസ് മോള്, ഒന്ന് നമ്മുടെ ചിപ്പി മോള് കേട്ടോ. അപ്പം റോസ് മോളുടെ ബർത്ത്ഡേ അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒന്ന് വിഷ് ചെയ്തേരാ കേട്ടോ. അപ്പം ചിപ്പി മോളുടെയും ബർത്ത്ഡേ ആണ്. ചേട്ടായി വന്നിട്ടില്ല കടയിൽ നിന്ന്. കുട്ടായൊക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചെന്നെ ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചേക്കാം. എല്ലാവരും ഒന്നും തിരക്കായിരിക്കും. അപ്പുറത്തുനിന്ന് ബിന്ദുവും വിനോയൊക്കെ വന്നിട്ടില്ല. എല്ലാവരും വരും. സോറി കേട്ടോ, അവരുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഈ 3 ആഘോഷം ഒരുമിച്ച് അതൊരു ഇതായിപ്പോയി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയായിരുന്നു. പക്ഷെ റോസ്മോളുടെ ബർത്ത്ഡേ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുത്ത് നല്ല പൊന്നുമക്കളായിട്ട് അവർ ഈ ഭൂമിയിൽ ഒത്തിരി കാലം ജീവിക്കാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേ മേ? പറയല്ലേ ആർക്കും ഒന്നും പറയല്ലേ? സിന്ധു ഒരു വിഷയം ചെയ്തേടിയല്ലേ രണ്ടുപേരെ? അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പണിയാട്ടോ. ഇവരെല്ലാരും മാറി മാറി നിൽക്കുക. അതെന്റെ നിധിമോളുണ്ടായിരുന്നു ഇപ്പൊ എറിച്ചു നിന്നേരം. അവളാണ് ചാടി 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 പറഞ്ഞേരെ. നിധിമോൾക്ക് പരീക്ഷയാണ്, അതുകൊണ്ട് അവൾ വന്നിട്ടില്ല. അവളെ ശ്രീമൻ പോയി കൂട്ടിക്കൊണ്ട് വരാം. അപ്പൊ ഇന്നത്തെ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള സന്തോഷവും എന്നാ പറഞ്ഞേ ഭയങ്കര ഇതായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിരിക്കും. എല്ലാവരും മിസ് ചെയ്യണ്ട, ഓടിപ്പിക്കണ്ട കേട്ടോ. നല്ലൊരു സ്നേഹം വായി വന്നു കേട്ടോ. അപ്പൊ ഇന്ന് റോസ്മോളുടെ സ്പെഷ്യൽ ഐറ്റം ഒക്കെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അത് പിന്നീട് പറയാം. കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. അത് സർപ്രൈസ് ആണ്. അപ്പൊ റോസ്മോളാണ് ഇന്ന് ഞങ്ങൾക്ക് കൂടുതലുമായിട്ട് ട്രീറ്റ് തരുന്നത്. പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള പരിപാടികളൊക്കെ ചിപ്പി എന്തൊക്കെയോ ചിപ്പിമോളുടെ പ്രശ്നമൊക്കെ എന്തോ ഇച്ചിരിക്കാൻ ബാക്കി മൊത്തം അപ്പൊ ഇന്നുണ്ടല്ലോ ഞാൻ ചിപ്പിമോളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ്. കുറെ സമയം കൊണ്ട് അവർ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞ സിന്ധു പാടി സന്തോഷിനെ വിളിച്ചാൽ മതി, സന്തോഷം വരും. ഉച്ചയ്ക്ക് ചിപ്പി വിളിച്ചു. ഞാൻ പറഞ്ഞു മോനെ വണ്ടി ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ലടി, അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുവാ എന്ന് പറഞ്ഞു. ഭയങ്കര തണുപ്പാണ്. രാത്രി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഓർക്കുമ്പോഴത്തേന് ഭയങ്കര തണുപ്പാണ്. അന്നേരത്തിനും പറഞ്ഞു അപ്പച്ചി വിളിച്ചാൽ മതി, അച്ഛൻ അങ്ങോട്ട് വന്നോളൂ, എന്നിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. ഭയങ്കരമായിട്ട് ഇത് മിന്നുന്നുണ്ട് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെയാണോ നമ്മളെ എന്നാ ചെയ്യണം. അപ്പം അപ്പച്ചി വിളിച്ചാൽ മതി തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വിളിച്ചോളാടി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർത്ത് വേണ്ട, സ്കൂട്ടിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ജീൻസ് ഒക്കെ ഇട്ടിരുന്നു എങ്ങനെയുണ്ട് അവർ കണ്ടിട്ടുണ്ട് ഇതൊരു ജീൻസ് ഇട്ട്. അപ്പം എന്നാ അഭിപ്രായം പറയുന്നതെന്നൊക്കെ നോക്കാം. ചൂട് കോഫിയൊക്കെ ഇട്ടിട്ടുണ്ട് പുത്തൻ കപ്പിനകത്ത് കേട്ടോ. ഇത് എവിടെ ആണെന്നറിയാമോ? നമ്മുടെ സന്തോഷിൻ്റെ വീട്ടിൽ ചിപ്പിമോടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ താരം എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴേ ടീച്ചറമ്മേനെ കണ്ടു. അപ്പൊ ഞാൻ വണ്ടി നിർത്തി. ടീച്ചറമ്മ ശരിക്കും ക്ഷീണിച്ചിരിക്കുക. എന്നിട്ട് നടക്കുവാ. ഞാൻ ചോദിച്ചു എന്തിനാ നടക്കുന്നത്? ഞങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ വട്ടറുപ്പ് കൊടുക്കതേ. അത് പെണ്ണിനെ കണ്ടു ഒത്തിരി ദിവസം. നിന്റെ അമ്മനെ കണ്ട് എത്ര നാളായി, ഇങ്ങോട്ടൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞു ഈടെ അമ്മൂൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളിന് വന്നിട്ട് പോയതാ. അത് കഴിഞ്ഞ് സിന്ധുവിനെ വിളിച്ചപ്പോൾ സിന്ധു പറഞ്ഞാൽ അവിടെ ചെന്നില്ലെന്നാ. ആണോ? എവിടെ പോവാ നീ? ചിപ്പിമോള് ബർത്ത്ഡേ അതിന് പോവാ. എന്നാ അതാ അമ്മ വരുമായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ വരുമായിരിക്കുമെന്ന്. ടീച്ചറമ്മ വിഷമിക്കൊന്നും വേണ്ട, പള്ളി പെരുന്നാളിൽ എൻ്റെ അമ്മ ജീവനോടെ ഉണ്ട്, ഉറപ്പായിട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞു. കരുതെടുക്കാതെ എൻ്റെ അമ്മ ഇരിക്കുകയല്ല വന്നോളൂ എന്ന് പറഞ്ഞു. ചിരിക്കുവാ. എൻ്റെ ദൈവമേ. ഒത്തിരി ദിവസമായി കണ്ടിട്ടാ. ഇതിലെ വരുന്ന പോലും ഇല്ല. കാശും തരും. അയ്യോ ഞാനിപ്പോ ഓർക്കുക, പണ്ട് ഞാൻ അപ്പൂനെ അമ്മൂനെയും കൊണ്ട് പോകുമ്പോൾ 2 പേർക്കും 100 രൂപ അന്നത്തെ കാലത്ത് ടീച്ചറമ്മ കൊടുക്കുമായിരുന്നു. അതെ, കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിഞ്ഞെടുപ്പിച്ചോളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നല്ലൊരു കാഴ്ച കാണിച്ചു തരാവേ. അന്നൊരു ദിവസം ഇവർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ. പക്ഷേ നല്ല സൂപ്പറായിട്ട് ഒരു ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് ഇതാകുന്നതില്ല. നമ്മുടെ വരയ്ക്കകത്ത് അന്ന് സ്റ്റിക്കറൊക്കെ ഉള്ളതാണ്ടോ. സ്റ്റിക്കർ നല്ലതാണ് കേട്ടോ. ചിലരൊക്കെ സ്റ്റിക്കർ വേണ്ടെന്ന് പറയുന്നത്. നമ്മൾ മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മുറ്റത്ത് നിന്ന് എടുത്തത് കേട്ടോ. നമ്മുടെ ആ വൈറ്റ് ഏരിയ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ചിപ്പിമോളുടെ ബർത്ത്ഡേക്ക് വന്നേക്കോ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. ആരും വന്നിട്ടൊന്നുമില്ല. ഞാനും അമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ളവരെല്ലാം ടീമുകൾ ഇപ്പൊ 7:08 ആകുമ്പോൾ വരാൻ പറഞ്ഞാലാണ് 6 ഓടി വന്നേക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ കൃത്യനിഷ്ഠമുള്ളവരാ. ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ 4 മണി കാപ്പി
വൈകിട്ടത്തെ ഫുഡിനാണ് വിളിച്ചിരുന്നത്. ഇങ്ങോട്ട് നോക്കി അതല്ലേ പറഞ്ഞേ, അതൊക്കെ കരുതി വേണം നമ്മൾ. ഞാനിതെല്ലാം കരുതി 7:30-8 സമയം പറഞ്ഞു. പക്ഷെ എന്നോട് എന്റെ അടുത്ത് കളി ഞാൻ ഉച്ചയ്ക്കാ പ്രതീക്ഷിച്ചത് നിന്നെ. ഞാൻ ഉച്ചക്ക് വന്നേനെ, പക്ഷെ പിന്നെ ഞാൻ ഓർക്ക് പോട്ടെ ഉച്ചക്കത്തേക്ക് പോട്ടെ. അപ്പൊ ഞാൻ ചിപ്പിമോക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് വേണ്ടാന്ന് പ്രത്യേകം എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഗിഫ്റ്റ് ഒന്നും വേണ്ട കേട്ടോടി, ഒന്ന് മേടിക്കാൻ വന്നാ മതി കേട്ടോന്ന്. പക്ഷെ എനിക്കറിയാതെ എന്റെ രക്തത്തിന്റെ സ്വഭാവം ചിലപ്പോ ക്യാമറയ്ക്ക് ഒന്നും വേണ്ട അപ്പച്ചിക്ക് വന്നേന്ന് പറഞ്ഞ് ചിലപ്പോ അവിടെ റൂമിലോട്ടൊന്ന് കൊണ്ടുപോകും. അത് മേടിച്ച് തനി സ്വഭാവം അറിയാവുന്നുണ്ട്. അവളോട് പറഞ്ഞ ഇവിടെ ഒന്നും മേടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞാലേ വേണ്ട, തീപ്പോയാലും കുടിക്കട്ടാണ്. ഇതെങ്ങനെയുണ്ട്? ആണോ ക്രോപ്പ് ടോപ്പ് അല്ലേ കാണിച്ച് ഇഷ്ടപ്പെട്ടാ? അപ്പം ഇപ്പൊ മൊത്തം മോഡൽ അങ്ങനത്തെയൊക്കെയല്ലേ. കഴിഞ്ഞ ദിവസം ഇവരൊക്കെ ഓരോ പിള്ളേരൊക്കെ ഇട്ടുന്നത് കാണുമ്പോ എനിക്കൊരു ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ ഓർത്ത് ഇവള് ഇങ്ങനത്തെ ഇട്ട് ഞാൻ കണ്ടില്ല. അതൊന്നും പെട്ടെന്ന് ഇട്ടു വന്നതുകൊണ്ട് എനിക്ക് എന്നെ ഒരു സാധനം ആർക്കും വെച്ചു കൊടുത്തോ. അച്ചമ്മ ഇവിടെ ഉണ്ട്, അവളുടെ അച്ചമ്മ. അതായത് എന്റെ അമ്മ മുറുക്കാൻ എടുക്കുന്നു, കവർ എടുക്കുന്നു, അത് തുപ്പാൻ പാത്രം എടുക്കുന്നു, പിന്നെ എന്നെല്ലാം കൊണ്ടുവന്ന് അടപ്പ് പാത്രം എടുക്കുന്നു. ഇത് എന്നോ അമ്മ ഇത് ഒരു വീട്ടിൽ വന്നാൽ ഇങ്ങനെ പണി കാണിക്കില്ല. സുനിലെ വീട്ടിൽ വരുമ്പോ എന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. മുറുക്കാൻ പാത്രം എടുത്ത് കൊടുക്കിച്ച, മുറുക്കാൻ മേടിച്ചോണ്ട് കൊടുക്കിച്ച, ഇന്ന് പോണ്ട കിച്ചനും ഒരു കയ്യേറിക്കോളാൻ പറ്റും. അയ്യോ ഇല്ലാണ്ട് കൊച്ചിന്റെ മുറി ഇതായി കാര്യം ഇതായി. എന്റെ തമ്മിലാനെ അല്ല ഇപ്പൊ രാത്രി ഇറങ്ങിപ്പോയി നടക്കില്ല. പണ്ടത്തെ എനിക്ക് ഇറങ്ങാനും പറ്റില്ല. എനിക്ക് മുട്ടുവേദന, നടുവേദന, കുഞ്ഞി കുഞ്ഞി നടക്കുന്നു. എനിക്ക് പറ്റില്ല. എനിക്ക് വേണമെന്നേ. ഞാൻ പിന്നെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടണോന്ന് അമ്മേനെ നാത്തൂനെ ഒക്കെ ഒന്ന് കാണിച്ചു. എങ്ങനെ ഉണ്ടോടി പട്ടർമോ ഉണക്കൊക്കെ ആണോന്നൊക്കെ ചോദിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു, മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ അടുത്ത എന്റെ മൂത്ത നാത്തൂനും അങ്ങനെ വരുമ്പോ കേക്കാം. കുറയ്ക്കാനായിട്ട് എത്രയോ പ്രായമുള്ളവരെല്ലാം ഇടുന്നുണ്ട്. നമുക്ക് നല്ലതെന്ന് തോന്നുന്നു നമ്മളിത്. ഇനിയിപ്പോ ഞാനും ഇതാ ഇട്ട് നോക്കാൻ താനെ എനിക്ക് അമ്മ മേടിച്ചോണ്ട് അപ്പൊ ചിപ്പിമോൾ ഇടാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. ചിപ്പിമോക്ക് ഒരു സമ്മാനം, ഒരു കുഞ്ഞു സമ്മാനം മേടിച്ചോണ്ട് കൊടുത്തു. അല്ലെ അമ്മ എന്നെ പറയല്ലേ എന്നെ അടിഞ്ഞു കോച്ചിനൊന്നും ഇല്ലാ വന്നത്. അത് അമ്മ അല്ല വായിക്കാത്ത മുറുക്കായിട്ട് അതുകൊണ്ടാ. അപ്പൊ അവിടെ ഇട്ടിട്ട് വരാം. അന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാം. കാണത്തില്ലേ? അതിനി അവിടെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോ നല്ലതായിട്ട് എടുക്കാം. അതായത് കട്ട് ചെയ്തോണ്ടിരിക്കുമല്ലേ. അപ്പൊ ഞാനിവിടെ എന്നാ പരിപാടി അറിയാൻ വേണ്ടി യുവനോട്ടറി വന്ന് നോക്കിയത് എന്നാ പരിപാടി അറിയാൻ വേണ്ടി. അപ്പൊ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കും കേട്ടോ. നമ്മള് സന്തോഷിന്റെ അവിടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇപ്പൊ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങിപ്പോണ്ടല്ലോ. നമ്മുടെ ബിന്ദുവിൻ്റെ വീട് കണ്ടോ, ഇന്ന് 7-ാം തീയതിയായി, എന്നിട്ടും ക്രിസ്മസ് ട്രീയുടെ ഇതൊന്നും അഴിച്ചിട്ടില്ല. അലങ്കാരം എല്ലാം നല്ല, ഇവരുടെ ഈ ചെടിയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് വെട്ടി നിർത്തിയേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അയ്യോ നല്ല രസമുണ്ടല്ലേ. അവിടെ ആ ലൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര കൃത്യമായിട്ട് കാണാമെന്ന് അതിൽ ഞാൻ കാണിച്ചു തരാവേ. ആ പുൽക്കൂട് എടുത്ത് വെച്ചെന്ന് തോന്നുന്നു. കണ്ടോ ക്രിസ്മസ് ട്രീയുടെ നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന ആ ചെടിയില്ലേ, ആ ചട്ടിക്കകത്ത് അങ്ങനത്തെ മേടിച്ച് വെച്ചിട്ട് നട്ട് വെച്ചേക്കുന്നതുകൊണ്ട് നല്ല വലിപ്പത്തിലായതാണേ. അത് നല്ലതല്ലേ. നമുക്കിനി നമ്മുടേതും ഇറക്കി അങ്ങനെ ചെയ്യാം അല്ലേ. കണ്ടോ, അത് കണ്ടപ്പോഴത്തേക്കും കട്ടപ്പന കട ഉപ്പുതറയിലെ പലചരക്ക് ഞങ്ങളുടെ പറ്റുകടയായിരുന്നു കേട്ടോ. ഇപ്പോൾ ചേട്ടായി കണ്ണിൻ്റെ അടുത്തോട്ട് പോയ പിന്നെ അല്ല നമ്മൾ സ്ഥിരം അവിടെ നിന്നായിരുന്നു, പറ്റായിരുന്നു. പൈസ ഇല്ലെങ്കിലും ചെന്ന് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന കടയാണ്. അപ്പോൾ നല്ല ഭംഗി. അത് കണ്ടപ്പോൾ ആരും വരാത്തതുകൊണ്ട് എല്ലാവരും ഇറങ്ങി ഇങ്ങനെ മുറ്റത്തിരിക്കുക അല്ലേ. മൂത്ത മകനെ കണ്ടില്ല, സുനിലിനെ കണ്ടില്ല, അപ്പുറത്തുകാർ വന്നില്ല, അപ്പുറത്തുകാർ വിനോദ് വന്ന് കാണിയല്ല, അതുകൊണ്ട് വന്നില്ല. എന്നാ മാം പറഞ്ഞേ? എൻ്റെ പൊന്നെ, അതുകൊണ്ട് നോക്കിയിരിക്കുവാണോ? ആണോ? സമയനായി. എടാ പിന്നെ ഇവരുടെ ഗ്രൂപ്പിൽ ജാനിയുടെ പാട്ട് കേട്ടായിരുന്നോ? എൻ്റെ പൊന്നെ, അത് നല്ല രസം ഉണ്ടായിരുന്നു. എന്നാ അടി
വിഷ് ചെയ്തൊന്ന് കാണാൻ എടുത്തതാ. അന്നത്തേനും വിഷയത്തും കഴിഞ്ഞ് പോക്കും കഴിഞ്ഞ യൂട്യൂബേഴ്സ് ഒക്കെ അങ്ങനെ കണ്ടാൽ ഒന്നുകൂടെ വേണം ഫ്രീ ആയിട്ട് എന്റെ ദൈവമേ മതി. ചേച്ചി എന്നാ ഇത്ര പരിഷ്കാരിയായത്? അതേ ചേച്ചി കേട്ടോ. നമ്മള് കണ്ടിട്ടില്ലല്ലേടാ, നമ്മള് കണ്ടിട്ടേ ഇത്ര നാളായിട്ട്. കണ്ടിട്ടുണ്ടോ ഇത്ര ഇങ്ങനെ മോഡേൺ ഗേൾ ആയിട്ടൊക്കെ? അല്ല ഇങ്ങനത്തെ ഇത് കണ്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ പൊളിയാ. ഓർത്തില്ല. അപ്പൊ നീ ഇട്ടോടി. ഇനി സന്തോഷിന്റെ പെർമിഷൻ നോക്കണ്ട. താരങ്ങളൊക്കെ വരുന്നുണ്ട്. വേണ്ട, ചെവി വേദന ആയതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചോണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ചേട്ടായി ഇന്ന് 2 പേരുടെ ബർത്ത്ഡേയാ. ഒന്ന് നമ്മുടെ റോസ് മോളുടെ, ഒന്ന് ചിപ്പി മോളുടെ. അതെ, ഇനി നമ്മൾ അല്ലേ പോ ചേട്ടായി അഭിനയിക്കാതെ. അതെ, ഇപ്പഴാണ് അമ്മയ്ക്ക് പറയാനുള്ള ദേഷ്യമൊക്കെ പറയാം. എന്റെ ഭാഗത്തെ നീ അടിക്കുന്നുണ്ടോടാ നിന്നെ അങ്ങനെയാണോ എന്റെ കടയിലും പറയാം, കേൾക്കത്തില്ല. കേട്ടോ എന്റെ ദൈവം, ഈ അമ്മേനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അമ്മേനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, സത്യമേ, സത്യം. മൂത്ത അണിയനോട് കഥ പറയാം കേട്ടോ. വന്നപ്പോ തുടങ്ങി നീ എന്നാ എന്റെ കെട്ടിയൊരു ചൂടുവെള്ളം കൊടുക്കും. മേടിച്ച് കുടിക്കുകയും ചെയ്തു. എന്നിട്ട് കഞ്ഞോളം കഥ നല്ല ഭക്ഷണം എന്നാ കൂട്ടാരെയൊക്കെ തൃപ്തിപ്പെടുകയാണ്. ഒരു സിനിമ ഇരുന്ന് ആശാരുടെ വീട്ടിൽ പശു അഴിച്ചിട്ട് പോയതിന് പേരായി മലയാളി പശുവിന്റെ പുറകെയല്ല. അപ്പൊ ഇയാൾ ഈ പാടയ്ക്കകത്ത് കഞ്ഞി വെച്ചിങ്ങനെ കോഴിക്കോട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. പശു ഈ പാലയുടെ തടഞ്ഞ പിടിച്ചോളൂ, ഒറ്റ കഴിച്ചു കഞ്ഞിയും പോയി എന്ന് പറഞ്ഞു. നിനക്കൊരു നീ ഭക്ഷണം എന്തേലും വേണേലും കഴിച്ചോ. എല്ലാരും ഇവിടെ ബിന്ദുവിനും ബിനോയ്ക്കും പിള്ളേർക്കും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവരുടെയും കൂടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അവരോട് വരാതെ നമ്മൾ കേക്ക് മുറിക്കാൻ പറ്റുമോ? അവിടെ അതുകൊണ്ട് അന്താരാഷ്ട്ര ചർച്ചയാണ്. ചേട്ടായിയും സന്തോഷവും കുട്ടായിയും. ഇല്ല 8:30 ആയതേ ഉള്ളൂ. ആ കടയില്ലേ വിനോയ്ക്ക്, അതാ ഇച്ചിരി താമസം. പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങാൻ സമയത്തായിരിക്കും ഒരാൾ വരുന്നത്. വന്നു ഇപ്പൊ വരും. ആ അപ്പൊ രക്തത്തിൻ്റെ അത്തം വന്നിട്ടുണ്ട് കേട്ടോ. ആ ഇവന്മാർക്കിട്ട് നല്ല ഇടിയും കടിയെല്ലാം കൊടുക്കുമായിരുന്നു. 3 മിനിറ്റ് കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ എല്ലാത്തിലും ചെല്ലത്തില്ല. അതെ എന്റെ ദൈവമേ. വേണ്ട കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേ കേളുമാർ 2 പേരൂടെ ഇത് ചിപ്പി മോള്, അതുപോലെ കല അവിടെ റോസ് മോള് കേട്ടോ. ഇതൊരു വെറൈറ്റി കേക്കായി കേട്ടോ. അതെ പഠിക്കോ. To you, happy birthday to you, happy birthday ചിപ്പി മോൾ, റോസ് മോൾ. എന്റെ ദൈവമേ, ഒരു ചേച്ചിക്കുട്ടി ഒരു അനീതിക്കുട്ടി. ഇതൊരു ശരിക്കും സന്തോഷം പകർന്ന ഒരു നിമിഷം തന്നെ അല്ലേ? അത് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, നമുക്ക് അറിയത്തില്ലാതെ പോയല്ലോ. അപ്പൊ ഈ കേക്കിന്റെ സൈഡില് ഒരു ആനിവേഴ്സറിയുടെ ഒരു ഇതും കൂടി വെച്ചിരുന്നെങ്കിൽ അല്ലേ, ഇവിടെ ആനിവേഴ്സറിയുടെ ആൾക്കാരും ഇപ്പൊ ഉണ്ടായിരുന്നു. അവിടെ ബിസിനസ് മൈൻഡാണ് കേട്ടോ. ഇവിടെ ബിസിനസ്സുകാർ 2 പേരും കൂടെ ഉള്ള
കുറച്ചെന്നോ? കുറച്ച് മതി ഇതാ. ആർക്ക്? എന്റെ ദൈവമേ, ഈ കൂട്ടത്തിലൊന്നും ആർക്കും ഇല്ലാത്തതാണ്. എന്റെ ഒന്നും പേര് പറയരുതേ. അതെ, ദൈവാനുഗ്രഹം, സത്യം. അതെ അതെ, ചുറ്റിനും ക്യാമറമാരെ അല്ലേ? അയ്യോ, കിട്ടുന്നുണ്ട്. കിച്ചിക്കുട്ടിന് എന്തോ സംഭവം സെറ്റാക്കി തന്നെ, അതുകൊണ്ട് എല്ലാരെയും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഓരോന്നെടുത്തുകൊണ്ട് കൊടുക്കും മോനെ. മറ്റേ വെള്ള സ്പൂൺ കൂടെ മേടിച്ചാൽ മതി എന്നിട്ടാ. അപ്പം എല്ലാവർക്കും ചിപ്പിമോള് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുശിമ്പി മറിയാമ എനിക്ക് തന്നപ്പോഴത്തേന് എനിക്ക് കിട്ടിയില്ല, സങ്കടമൊന്നുമില്ല. അപ്പം അപ്പച്ചി കിട്ടി, മതി, നല്ല മതി. അപ്പൊ റോസ്മോൾ എല്ലാവർക്കും പീസാക്കി കട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ കഴിക്കട്ടെ എന്ന് മതി. നല്ല കേക്കാ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലേ? ആണോ? നല്ല കേക്കാ, അടിപൊളി, നല്ല കേക്കാ. നല്ല കേക്കാ, കുഴപ്പമില്ല. എല്ലാവർക്കും കൊടുത്താൽ മനെ ഉണ്ടല്ലോ. പിന്നെ ആയില്ലേ? ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്കുള്ള കാണിക്കുന്നത്. അപ്പൊ ശരി, നീങ്ങിന്നോ. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഇത് വെച്ചാലോ? അത് വേണ്ട. വീണ്ടും ഗിഫ്റ്റ്. ഭയങ്കര പരിപാടിയായി പോയല്ലോ. അപ്പൊ പൊട്ടിച്ചിട്ട് വ്യത്യാസം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണെന്നറിയാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ എന്റെ റോസ്മോളുടെ അവൾക്ക് തന്നെ മോൾക്ക് സുനിൽ പപ്പാടെ കട വിറ്റാ ആരോ ചോദിച്ചായിരുന്നു കടയില്. വലിയ ഗിഫ്റ്റ്, വലിയ ഇത് മിച്ചമുണ്ടോ ഇങ്ങനെ? അപ്പൊ എന്താണേലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇച്ചിരി സന്തോഷമായി. ബിന്ദുവിന്റെയൊക്കെ അവിടെ ഗസ്റ്റ് വന്നിരിക്കുന്നു, ബിന്ദുവിന്റെ അനിയത്തി വന്നിരിക്കുന്നു. അതുകൊണ്ട് അവര് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അവരോട് ഇങ്ങോട്ട് ഫുഡ് എനിക്ക് വിശ്വാസമില്ലാതെ കണ്ടോ ഇവരോടത്ത് കഴിച്ചു വന്നിട്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണം. മെയിൻ ചടങ്ങ്. അപ്പം എൻ്റെ കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം റൈസ്, പൊറോട്ട, പപ്പടം,
ചിക്കൻ, സാലഡ്, പോട്ടി ഫ്രൈ, ഫ്രൂട്ട്സ്, അത്ര ഐറ്റമാണ് കേട്ടോ. എല്ലാവരുടെ ചേട്ടായി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല ഇനിയിപ്പം നല്ലതാണോ എന്ന് പറയാൻ പറ്റുമോ? പോട്ടി ഫ്രൈ അങ്ങോട്ട് വെച്ചോളെ. എന്നാ ചിക്കൻ കറി ചേട്ടായി ഇഷ്ടമില്ല. ചിപ്പിമോളൊക്കെ ഇരുന്നിട്ടുണ്ട്. നിധിമോളും ചിപ്പിമോളും ഒക്കെ ഇരുന്നിട്ടുണ്ട്. റോസ് മോളും ബിന്ദുവൊക്കെ ഇപ്പം വരും കേട്ടോ. അവരപ്പുറത്തോട്ട് പോയി. അത് വേണം, അത് വേണം. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളിയാണോ? സൂപ്പറാണ്. ആണോ? അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ റോസ് മോളോട്, നല്ലൊരു ഡിന്നർ തന്നതിന്. അപ്പം ഞാൻ എല്ലാവരും കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. എങ്ങനെ ഉണ്ടടി മോളമ്മേ? അല്ല ഞങ്ങൾ എടുത്തോണ്ട് വരാം, ഇപ്പോൾ പ്ലേറ്റ് എടുത്തോണ്ട് വരാം. ഞങ്ങളെല്ലാം സെറ്റിൽ കൂടെ ഒക്കെ ഇരിക്കാം. ഇത് സിന്ധുവിൻ്റെ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസം എന്നൊക്കെ പറഞ്ഞു തന്നെ. ആ നേരത്തില്ലേ തന്നെ അതിനൊരു പറഞ്ഞിട്ട് അറിയണം. കഴിക്കുന്നവരോട് ചോദിക്കട്ടെ, കഴിക്കുന്നവരോട് ചോദിക്കട്ടെ. അപ്പം എല്ലാവർക്കും പായസം എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ റൈസ് വേണ്ട, പായസം മതിയെന്ന്. പായസം മതിയോ? സ്പൂൺ വേണോ? എന്നാ അമ്മ വിശപ്പൊക്കെ മാറ്റിയിട്ട് ഇരുത്തിയേക്കണോ? എന്താ ദൈവം എന്നാ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പോന്നില്ലേ? പായസം കൊണ്ട് വെച്ചാൽ മതി. പറഞ്ഞു വിടുമെന്ന് ആരാടി പറഞ്ഞേ? ആണോ? അവിടെ ഭയങ്കര വർത്താനവും കാര്യങ്ങളോ. കുറേ ദിവസമായി വെല്ലുവിളിയെ കണ്ടിട്ട്. എല്ലാം ഒന്ന് ആയോ ഇറക്കിയിട്ട് കുറേ ആയായിരുന്നു. ഇപ്രാവശ്യം കിങ്ങിണിയുടെ പിറന്നാളിന് വരുമ്പോൾ ഇറക്കാൻ വേണ്ടി ഇരുന്ന, പക്ഷെ വന്നില്ല. അത് മൊത്തം കൂടി ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുക. ഉണ്ട് ദൈവമേ. നമുക്ക് പോകാന്നാ പിറന്നാൾ ആഘോഷിക്കണ്ട. ഷർട്ട് പൂർത്തി വെക്കാതെ ഒന്നും പറയണ്ട. കുറേ ദിവസമായാലും കണ്ടിട്ട്. എന്നാ ചിലപ്പോ ഇത് കരികലപ്പടയോ? എനിക്കെടുത്തില്ല. 50 വയസ്സായ കൂടി ഉണ്ട് ഞങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ ആഘോഷം. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പുറത്തുനിന്ന് അവരെ മാത്രം അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്നേക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അതുകൊണ്ട് ബിന്ദുവും വിനയൊക്കെ ഇന്ന് വീഡിയോക്ക് അത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു. ചിപ്പി മോളെ, ചിപ്പി മര്യാദ ഞാൻ ചിപ്പി മോളെന്ന് വിളിച്ചാൽ. അപ്പൊ പോവാ. അപ്പൊ നല്ല നല്ല ടാറ്റായി തന്നു. അപ്പൊ റോസ് മോളെ അതെ നല്ല ഫുഡൊക്കെ തന്നതിന് ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ ഇനി ഒരു ദിവസം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് റോസ് മോളെ കൂടെ ആയിരുന്നു കേട്ടോ. റോസ് മോളുടെ കൂടെ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡ്, അടിപൊളി ഫുഡ്. അതെ, എല്ലാവർക്കും നന്ദി. അപ്പൊ എല്ലാരും കഴിച്ചിട്ട് എല്ലാ സൈഡിൽ കൂടെ ഇരിപ്പുണ്ട്. ജോലിങ്ങനെ എന്നെ കുരിശിവിടെ കൊണ്ടേ മാറി ഇരുത്തിയേക്കും അടല്ലോ എന്നുള്ള രീതി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അത് ശരിയാ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. കൂട്ടത്തിൽ ആ വെല്ലിനോട് ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക.